എനക്കും എന്താ പറയണ്ടേ എങ്ങനെ പറയണ്ടേന്നൊന്നും ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. എന്നാൽ കൂടെ എന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവർക്കും അറിയുന്നവർ തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും ഇത് +2 കഴിഞ്ഞ് 12 ഇയേഴ്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. സെയിം ഇതുപോലെ തന്നെ പഠിക്കണം എന്നുള്ള ആ ഒരു എന്താ പറയാ വല്ലാത്തൊരു ആഗ്രഹം അത്രയും പീക്ക് ലെവലിൽ എത്തിയിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തത്. പക്ഷെ എനിക്ക് ഒട്ടും അത്രയും ഫീസ് കൊടുത്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. കാരണം ഒരു പേന പോലും ഒരാളോട് എനിക്ക് വാങ്ങിത്തരാൻ പറ്റൂല. അത്രയും സപ്പോർട്ടീവ് അല്ലാത്തൊരു ഫാമിലി ആയിരുന്നു ഇവിടെ. സോ എന്താണ് ഞാന് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ചെറിയ ചെറിയ എമൗണ്ട് കൂട്ടി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു 10,000 എന്റെ കയ്യിലായപ്പോഴാണ് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഒരുപാട് എന്താണ് 25K ഒക്കെയാണ് എനിക്ക് പറഞ്ഞത് മോണ്ടിസോറി പഠിക്കണം എന്ന്. ഞാൻ PPTTC എടുക്കാന്ന് വിചാരിച്ചാൽ അതും എനിക്ക് പറ്റൂലായിരുന്നു. കാരണം എനിക്ക് പ്രാക്ടിക്കൽസും ആർട്ട് ക്രാഫ്റ്റ് അതൊക്കെയാണ് വല്ലാത്തൊരു ഇൻട്രസ്റ്റ്. സോ ആ ഒരു മേഖലയിൽ തന്നെ പോകണം എന്നുള്ളത് കൊണ്ടാണ് മോണ്ടിസോറി തന്നെ പിടിച്ചു നിന്നത്. അപ്പോഴാണ് എന്റെ ഫർഹാന, ഞാൻ ഒരിക്കൽ എജുമേൻസിൽ പറഞ്ഞതാണ്, അവൾ ഒറ്റൊരാൾ കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവളെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്തതും. അപ്പോഴും 15,500 എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം 15,500 മോണ്ടിസോറിയിൽ എന്താണ് ഈ ഓൺലൈനിൽ കിട്ടാന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ടെൻഷനോടും ആ ഒരു സംശയത്തോടും കൂടി തന്നെയാണ് ചേർന്നത്. എന്നാൽ കൂടി എനിക്കിത് വേണം എന്നുള്ള രീതിയിൽ ഒരുപാട് ചോദിച്ചതാണ് വീട്ടില് പഠിക്കട്ടെ എന്ന്. പക്ഷെ ആരും സമ്മതിച്ചിട്ടില്ല. പക്ഷെ അറിയാതെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലാലോ, എന്താണ് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് കുറ്റബോധം ഇല്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തില് അപ്പൊ ഞാൻ തെറ്റ് ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലാണ് ഞാൻ ഹസ്ബൻഡ് അറിയാതെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. സെയിം ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ഹെയർ ആക്സസറീസ് ഒക്കെ ചെയ്യുന്ന എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ ചെറിയ മക്കളാണ്. അപ്പോ ഓരോ ഐറ്റംസ് എന്നൊക്കെ 10ഉം 15ഉം മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കലുള്ളൂ. അതും ഒരുപാട് മണിക്കൂറിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത. പക്ഷെ അവരോട് എനിക്ക് കൂട്ടി ചോദിക്കാനും പറ്റൂല. അപ്പൊ അങ്ങനെ കിട്ടുന്ന 10 രൂപ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് അഡ്മിഷൻ എടുത്തതും പഠിക്കാൻ തുടങ്ങിയതും. ആ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ കഷ്ടകാലത്തിന് 8:30 ക്ലാസ്. 8:30 ക്ലാസ് തുടങ്ങി 9 മണിക്ക് ഹസ്ബൻഡ് വരും. അപ്പൊ ബെല്ലടിക്കുന്ന കാണുമ്പോൾ ഞാൻ ക്ലാസ് ഓഫ് ആക്കിയിട്ട് പോകും. അപ്പൊ അതിന് മുന്നേ വരുമ്പോൾ എനിക്ക് 6 മാസം കംപ്ലീറ്റ് ഞാൻ ഇത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ 6 മാസത്തിന് ശേഷമാണ് ട്രെയിനിങ് പറഞ്ഞ സമയത്താണ് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ അതെന്തായാലും തെറ്റാണല്ലോ, ഹസ്ബൻഡ് അറിയാതെ പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ ഹസ്ബൻഡിനെ അറിയിച്ചത്. അപ്പൊ ഒരാഴ്ച ഇവിടെ എന്താ പറയുന്നത് സത്യാഗ്രഹമായിരുന്നു. ഒന്നും എന്നോട് മിണ്ടിയിട്ടില്ല, അനങ്ങിയിട്ടില്ല. പക്ഷെ എന്നാൽ കൂടി അതൊക്കെ തരണം ചെയ്തു. എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു വിശ്വാസത്തില് ആ ഒരു തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ പഠിച്ചു. പക്ഷെ എന്നാൽ കൂടി ലൈവ് ക്ലാസ് ഒക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ട്രെയിനിങ്ങിന്റെ മുതൽ ഞാൻ സ്റ്റുഡന്റ് ഓഫ് ദ മന്ത് ആയിട്ടുണ്ട്. എല്ലാം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കൽസിന്റെ ഒന്നും ഒരു ലൈവ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പ്രാക്ടിക്കൽസിൽ അത്രയും കോൺഫിഡന്റ് ആയിരുന്നു. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള രീതിയിലല്ല, എനിക്ക് നല്ലൊരു വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരുന്നു. അതെന്തായാലും സക്സസ് ആക്കണം തന്നെയായിരുന്നു എന്റെ തീരുമാനം. സോ പിന്നെ അതിന്റെ ഇടയിലാണ് ഡിഗ്രിയും കൂടി വേണമെന്നുള്ള ഒരു മോഹം കൊണ്ട് ഡിഗ്രിക്ക് ചേർന്നത്. അപ്പൊ എന്താണ് മോണ്ടിസോറിക്ക് ബാക്കി അടക്കേണ്ട ഫീസ് എടുത്തിട്ട് ഡിഗ്രിക്ക് ചേർന്നു. അപ്പൊ 8,500 ഒറ്റയടിക്ക് കൊടുത്തപ്പോ ഞാൻ കംപ്ലീറ്റ് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് മോണ്ടിസോറിക്ക് ലാസ്റ്റ് ഡെഡ് ലൈൻ തന്ന 15-ാം തീയതിക്കാണ് ഞാൻ ഫീസ് അടച്ചത്. അതും ഞാൻ ഓൺലൈൻ ട്യൂഷൻ എടുത്തിട്ടും എന്താണ് ഇതുപോലെ രാത്രിയൊക്കെ ഉറങ്ങാതെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടാണ് ആ ഫീ അടച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചതെന്ന് ഓർക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് ഷിഫ മാമിന്റെ സപ്പോർട്ട്, ശരിക്കും 6 മാസം മാം ആയാലും എന്റെ ബാച്ച്മേറ്റ്സ് ഒന്നും ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അത്രയും ഞാൻ സൈലന്റ് ആയിരുന്നു. പക്ഷെ ആ സൈലൻസ് മൊത്തം ഞാൻ ഒരു 2-3 മാസം കൊണ്ട് അവർക്ക് ആ പരാതി തീർത്തു കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ നമുക്ക് കിട്ടിയ റിവിഷൻ ക്ലാസ്, കാരണം 6 മാസം ഞാൻ കഴിഞ്ഞൊന്ന് ഓണാകുന്ന സമയത്തേക്ക് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന്റെ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു ലൈവ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. റെക്കോർഡ് കാണുമ്പോൾ എത്ര നമ്മൾ എന്താണ് ആഗ്രഹിച്ച് കാണുന്നതായാൽ കൂടി നമ്മൾ ആ ഒരു സ്പീഡ് കൂട്ടിയിട്ടാണ് കാണാറ് റെക്കോർഡ് ക്ലാസ്. സോ അത് അത്രയും എനിക്ക് മനസ്സിലായിട്ടുമില്ല. അപ്പൊ ആ റിവിഷൻ ക്ലാസ് ഞാൻ അത്ര ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഷിഫ മാം നമുക്ക് നമ്മുടെ സയ്യിദ് സാറിനെ വെച്ചിട്ട് റിവിഷൻ ക്ലാസ് തന്നപ്പോൾ ഞാൻ അതും ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. അത്രയും സന്തോഷമായിരുന്നു. സാറിന്റെ ഒറ്റ ക്ലാസ് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരിക്കലും പറ്റൂലായിരുന്നു. ആ സാറ് തന്ന കോൺഫിഡൻസും സാറ് തന്ന ഒരു സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ തന്നെയാണ് പറ്റിയത്. അതുപോലെ എന്റെ ഷൈമ മാമിനോടുള്ള ഒരു ഫീലിങ്സ് അത് വേറെ തന്നെയാണ്. ഷിഫ മാമിന് വേറെ തന്നെയാണ്. പക്ഷെ ഷൈമ മാം, കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് പ്രാക്ടിക്കൽസ്. ഇന്ന് എനിക്ക് ആ പ്രാക്ടിക്കൽസിൽ ഒരുപാട് എനിക്ക് അറിയാവുന്ന ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്റെ ജൂനിയേഴ്സ്, ജൂൺ ബാച്ചിലെ കുട്ടികൾ എനിക്ക് ഒട്ടും സൗകര്യം തരൂല. പക്ഷെ അവർക്ക് ഓരോ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു നോക്കും. അങ്ങനെ ക്ലിയർ ചെയ്ത് ഇപ്പൊ അൽഹംദുലില്ലാ പ്രാക്ടിക്കൽസ് എന്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അതുപോലെ ഇപ്പോ നവംബർ ബാച്ചും, പിന്നെ ഏറ്റവും വലിയ സന്തോഷം കർണാടക സ്റ്റുഡൻസ് പോലും എന്റെ അടുത്ത് വന്നിട്ട് ഡൗട്ട് ചോദിക്കുമ്പോൾ
അത് എന്നിലുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാണ് എന്റെ അടുത്ത് നിന്ന് കിട്ടുന്നുള്ള ആ ഒരു ഇതാണല്ലോ. സോ അതൊക്കെ ഓർക്കുമ്പോൾ സന്തോഷം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ എന്റെ എക്സാം പോലും കഴിയാതെ നവംബർ ബാച്ചിലെ കുട്ടികൾക്ക് എനിക്ക് ലൈവ് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. റാങ്ക് ഹോൾഡറിനെക്കാളും എത്രയോ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അത്. കാരണം എന്നിലെ ഞാൻ സൈഫ് സാർ എന്നോട് പറഞ്ഞപ്പോ ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പ്രാക്ടിക്കൽസ് എനിക്ക് ഓക്കെയാണ്, പക്ഷെ അത് ക്ലാസ് എടുക്കാന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന്. അപ്പം എന്നോട് പറഞ്ഞു ഷിഫ മാമും ഷൈമ മാമും സപ്പോർട്ട് ചെയ്യും, അതുപോലെ അവരെ സപ്പോർട്ടോട് കൂടി തന്നെ എനിക്ക് അത് അത്രയും ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയെന്ന് തന്നെയാണ്. കാരണം എന്റെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്റെ ഒരു ഡെമോ ക്ലാസ് ഒന്നും കാണാതെ സഫാൻ അത് എടുക്കുന്ന അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നിലുള്ള വിശ്വാസവും എന്റെ കഴിവും കൊണ്ട് തന്നെയാണ്. അതിൽ ഞാൻ നന്നായിട്ട് അഭിമാനിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ നമ്മുടെ ജൂൺ ബേസിന്റെ മോക്ക് വൈവയും കൂടി എനിക്ക് അറ്റൻഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് 6 സ്റ്റുഡൻസിനെ ഞാൻ മോക്ക് വൈവ് ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഒരിക്കലും ഒരാൾക്കും എത്ര പേയ്മെന്റ് ചെയ്താൽ പോലും കിട്ടാത്ത ഒരു അച്ചീവ്മെന്റ്സ് ആണ് അത്. അപ്പോ ഈ ഒരു സെക്കൻഡ് റാങ്ക് ഹോൾഡർ എന്നുള്ളതിനേക്കാളും എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് എജുമിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് തന്നത് എജുമിയാണ്, എന്റെ ഷിഫ മാമാണ്, എന്റെ ഷൈമ മാമാണ്. ഞാൻ ഷൈമ മാമിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മോണ്ടിസോറിയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കണമെന്ന്. എന്തായാലും സാർ ഇപ്പൊ പറഞ്ഞത് പുതിയ ആക്ടിവിറ്റീസ് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം, മോണ്ടിസോറി PG ചെയ്യണം തന്നെയാണ് എന്റെ ആഗ്രഹം. അപ്പോ അതിൽ ഡിഗ്രി വേണമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ, ഇൻഷാല്ലാ അത് ചെയ്യണം. എന്തായാലും ഞാൻ ചെയ്യും, അത് ഉറപ്പാണ്. ഇപ്പൊ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, നല്ല വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അതെന്തായാലും ഞാൻ നേടിയിരിക്കും. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായത് തന്നെയാണ്. പ്രത്യേക ബെനിഫിറ്റ് ഉണ്ടായോ മറ്റേ അക്കാഡമി തിരഞ്ഞെടുക്കാതെ എജുമി തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട്? അതാണല്ലോ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് എജുമിയിൽ വന്നുകൊണ്ടാണല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇത്രയും എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള എനിക്ക് അവസരങ്ങൾ വേറെ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് കിട്ടാം, ഒരു സ്ഥലത്തൊന്നും കിട്ടൂല. കാരണം നമ്മളൊരു എക്സാം റിസൾട്ട് പോലും അറിയാതെ, എക്സാം പോലും അറ്റൻഡ് ചെയ്യാതെ, അതും 6 മാസം ഒന്നും അല്ലാതിരുന്ന ഞാൻ ജസ്റ്റ് 3 മാസത്തെ എന്നോടുള്ള പരിചയം വിശ്വാസം കൊണ്ട് എന്നെ എജുമി അങ്ങനെ ക്ലാസ് എടുക്കാൻ, അതും ഫ്രഷ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. യെസ്, അത്രയും ആക്റ്റീവ് ആണ്. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഗ്രൂപ്പ്സിനും ഓരോ ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എജുമീൻസ് എന്നാണ് അത്യാവശ്യം സംസാരിക്കാനായാലും എഴുതാനൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത് എജുമീൻസ് എന്നാണ്. പിന്നെ ഒരുപാട് റിലേഷൻ, ഇന്നും ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തതല്ലേ, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എജുമി ഇന്ത്യയില് ശരിക്കും പറയേണ്ടതാണ് കരീം സാറിന്റെ എഫേർട്ട്, സാറിന്റെ ആ ഒരു എഫേർട്ടൊക്കെ കണ്ട് തന്നെയാണ് കുറച്ച് പ്രൊനൗൺസിയേഷൻ ഇപ്പൊ നമ്മളിങ്ങനെ വായിട്ട് അലക്കുവാണെങ്കിലും നമ്മളൊരു ആ ഒരു സ്റ്റാൻഡേർഡിൽ എത്തിക്കാൻ, ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ, ആ രീതിയിൽ സംസാരിക്കാനായാലും ആ ഒരു കോൺഫിഡന്റ് ഉണ്ടായതും പ്രൊനൗൺസിയേഷന്റെ ആ ഒരു ക്ലാരിറ്റി ഒക്കെ ഇപ്പൊ ഇംഗ്ലീഷൊക്കെ മോൻ പറയും ഉമ്മ ഇംഗ്ലീഷുകാരെ പോലെ സംസാരിക്കുന്നത്. സോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സോ മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലിങ്ങനെ ആ വീഡിയോ എടുക്കുമ്പോൾ മോൻ പറയും ഉമ്മ ഇംഗ്ലീഷുകാരെ പോലെ സംസാരിക്കുന്നത്. പക്ഷെ ആ ഒരു സംസാരം കിട്ടിയത് എജുമി ഇന്ത്യയിൽ തന്നെയാണ്.